കുഴപ്പമില്ല ലാലേട്ടൻ കൊള്ളാം. ലാലേട്ടൻ്റെ സീനെന്ന് വെച്ചാൽ അത്ര ഉള്ളെങ്കിലും പുളിയായിട്ടാണ് കാണിച്ചത്. ഒരു ശിവനെ ബേസ് ചെയ്തൊരു കഥയാണ്. അത് തന്നെ, ശിവനെ ബേസ് ചെയ്തിട്ടുള്ള കഥ, ഒരു ഭക്തൻ്റെ കഥ. കണ്ണപ്പൻ ഓടുമല്ലോ പടം അല്ലേ? ലാലേട്ടൻ കുഴപ്പമില്ല, പക്ഷേ ഭക്തി ഓവർ ഭക്തിയല്ല, ഒരു കഥ തന്നെയല്ലേ, അവിടെ നടന്ന കഥ തന്നെ കാണിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തില്ല. ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ ഒരു ഭക്തിപരമായ ഒരു സിനിമയാണ്. നമ്മുടെ ഇവിടെ കേരളത്തിൽ അധികം തോന്നുന്നില്ല. ലാലേട്ടൻ്റെ വരവൊക്കെ നല്ല അടിപൊളിയാണ്. ഏറ്റവും ഇതിനകത്ത് ഈ സിനിമയുടെ എടുത്ത് പറയേണ്ട ഒരു ഗ്രാഫിക്സും വിഷ്വലും ഒക്കെയാണ്. അതെനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. സോങ് ഒക്കെ എങ്ങനെയുണ്ട്? സോങ് ഒന്നും കുഴപ്പമില്ല, ആക്ഷനും കുഴപ്പമില്ല. ലാലേട്ടൻ്റെ വരവൊക്കെ നല്ല ഗംഭീരമായിട്ടൊക്കെ ഉണ്ട്, നല്ല ത്രില്ലിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഭക്തി, അതായത് തിരുപ്പതി കാളഹസ്തി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചരിത്രമാണ് പറയുന്നത്. അതിലൊരു മഹാദേവൻ്റെ ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ കേരളത്തിൽ എത്രത്തോളം വിജയിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അവസാനത്തിൽ അരമണിക്കൂർ രക്ഷയില്ല, നല്ല മേക്കിങ്ങാണ്. ഭക്തി ഒരു ലോഡ് ശിവനെ ബേസ് ചെയ്തുള്ള നല്ലത് പടമായിട്ട് തോന്നുന്നു. മോഹൻലാൽ ഒരു ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് വന്നു പോകും. നല്ല മേക്കിങ്ങാണ്, നല്ല പടം. വിഷ്ണു മഞ്ജു നന്നായിട്ട് ആക്കിയത്, നല്ല അടിപൊളിയാണ് പടം. കൊള്ളാം, കണ്ടിരിക്കാനൊക്കെ പറ്റിയതാണ്. ലാലേട്ടന് നല്ല നമ്മൾ അതിനുദ്ദേശം വന്നത്. പിന്നെ ഈ പറഞ്ഞാൽ മറ്റ് നടന്മാരെ നമുക്ക് വലിയ പിടുത്തമില്ല, അതുകൊണ്ട് വലിയ ആയിട്ട് അറിയാൻ പറ്റുന്നില്ല. ബാക്കി കൊള്ളാം. പ്രഭാസിൻ്റെ ഒക്കെ പോലെ ഒരു മാസ സീനൊന്നും നമ്മൾ പ്രതീക്ഷിച്ചത്രയൊന്നും വന്നിട്ടൊന്നുമില്ല. ബാഹുബലി പോലത്തെ ബാഹുബലി പോലത്തെ എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും അതുപോലെയൊന്നും ആയിട്ടില്ല. ഗ്രാഫിക്സ് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഈ ബാഹുബലിയുടെ അത്ര ഒരു 4 വർഷം 5 വർഷത്തിന് ശേഷം ബാഹുബലിയുടെ ആ ഒരു സെക്കൻഡ് ഇതുപോലൊന്നും വന്നിട്ടില്ല. പഴയ ഗ്രാഫിക്സ് ഒക്കെ തന്നെ ഉണ്ട്. ശിവനെ ബേസ് ചെയ്ത് പിന്നെ ഒരു അവസാനമൊക്കെ കുറേ വലിച്ചു കിട്ടലുണ്ട്. ഇത്രയൊന്നും വേണ്ടായിരുന്നു, അത് തീർക്കാനും.